എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ. സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിൻ്റെ 142-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വിഷു എത്തി, എവിടെ നോക്കിയാലും കണിക്കൊന്നകൾ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, ശ്രീ അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധമായ കവിത. കണിക്കൊന്നയാൽ കൊന്നമരം മൂടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ മനം കുളിരാറില്ലേ. കണിക്കൊന്നയുടെ ആത്മകഥമായിട്ടെടുക്കാം ഈ കവിതയെ. വിഷു ഇങ്ങെത്തി, വിഷുക്കാലത്ത് പൂക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എൻ്റെ ഇലകൾ കൊഴിഞ്ഞുപോയി, കൊടും വേനലിൽ ഞാൻ കത്തി എരിഞ്ഞു, മഴ വന്നെൻ്റെ ശിഖരങ്ങൾ ഒടിച്ചു. ഇതൊക്കെയായാലും പൂക്കാതിരിക്കാൻ എനിക്കാവില്ല. കണി കാണുവാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മഞ്ഞ അണിയുന്നു. എനിക്ക് ഒരു നിറമേ ഉള്ളൂ, പല വർണ്ണമാകാൻ എനിക്ക് കഴിയില്ല. മഹത്തരമായ മഞ്ഞയാകാനേ എനിക്ക് കഴിയൂ. സുഹൃത്തുക്കളെ, കൊന്നമരത്തിനെ വിഷുക്കാലത്ത് മനോഹരമാക്കുന്നത് നിഷ്കളങ്കമായി കാറ്റത്ത് ആടി ഉലയുന്ന കൊന്നപ്പൂക്കളാണ്. വിഷുക്കാലം കഴിഞ്ഞ് അടുത്ത വിഷു എത്തും വരെ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് ആ കൊന്നമരം കടന്നു പോകുന്നത്. എന്നുവരികിലും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പറഞ്ഞ് നിറയെ പൂക്കുന്നു. നിരീക്ഷിച്ചാൽ ഈ കൊന്നമരത്തിൽ നിന്നും നമുക്ക് പലതും പഠിച്ചെടുക്കാം. എത്ര വേദനയിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരുടെ പ്രവർത്തികളെ അനുസ്മരിക്കാൻ ഈ കൊന്നപ്പൂക്കൾക്ക് കഴിയും. തിക്താനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയും നമുക്ക് കാണാം. കണിക്കൊന്നയും അത് തന്നെയല്ലേ ചെയ്യുന്നത്. മനോഹരമായ ഈ കവിത നൽകിയ ശ്രീ അയ്യപ്പ പണിക്കരെ നമിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിക്കുന്നു. ബൈ ഫ്രം KKG.